Hi everyone, Assalamualaikum. Welcome back to Simply You Can. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മിനി ബോട്ടിൽ ആർട്ടുമായിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് പെയിൻറ്റിൻ്റെ ബോട്ടിൽ എടുക്കുക, അക്രലിക് പെയിൻറ്റിൻ്റെ ഒക്കെ ബോട്ടിൽ ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ എടുക്കുക. അല്ലെങ്കിൽ വാനില എസൻസ് പോലുള്ള എസൻസുകളുടെ ഒക്കെ ബോട്ടിൽ എടുക്കുക, അല്ലെങ്കിൽ ഹോമിയോ മെഡിസിൻ്റെ ബോട്ടിലൊക്കെ എടുക്കുക കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് തിന്നായിട്ടുള്ള കമ്പി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫ്ലോറൽ വയറൊക്കെ ഉണ്ടല്ലോ, അതുപോലത്തെ തിന്നായിട്ടുള്ള കമ്പിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാനൊരു ചെറിയ മരമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ വയർ എടുത്തിട്ട് എല്ലാം ഒരുമിച്ച് പിടിച്ചിട്ട് പിരിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് മുകൾക്ക് വരുന്തോറും അതിൻ്റെ ബ്രാഞ്ചസൊക്കെ ആയിട്ട് പിരിച്ചെടുക്കുക. എന്നിട്ട് ഞാനതിൽ ഹോട്ട് ഗ്ലൂ കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഹോട്ട് ഗ്ലൂവിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്ലോറൽ ടേപ്പ് ചുറ്റി കൊടുക്കുക, അല്ലെങ്കിൽ ക്ലേ വെച്ചിട്ടും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. പിന്നെ ഇതിൻ്റെ ഇലകൾക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മൾ കിച്ചണിലൊക്കെ പാത്രങ്ങൾ കഴുകുന്ന സ്ക്രബ്ബറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ അങ്ങനെ കൈ വെച്ചിട്ട് ചെറിയ പീസാക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ഒരു ചെറിയ ബോൾ പോലെ ഇങ്ങനെ ചുരുട്ടിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ മരത്തിൽ ഹോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ മരം ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ബോട്ടിലിൻ്റെ അകത്ത് കറക്കി വെക്കാനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ സൈസിനനുസരിച്ച് വേണം നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് ആ മരത്തിൽ ഞാൻ ഇലകളൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലൊരിത്തിരി ബ്രൗൺ കളറും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. പിന്നെ കുറച്ച് ക്ലേ എടുത്തിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ബ്രൗൺ കളറും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പേപ്പർ ഉപയോഗിച്ചിട്ട് ഒരു ചെറിയ ബേർഡിനെയും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ബോട്ടിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മണൽ പോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇത് ഉപ്പ് വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. ഉപ്പിൽ ബ്രൗൺ കളർ മിക്സ് ചെയ്തെടുത്തതാണ്. ഇനി ഇതെല്ലാം നമുക്ക് ആ ബോട്ടിലിൻ്റെ അകത്തൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം കുറച്ച് ക്ലേ എടുത്തിട്ട് അതിൻ്റെ അകത്ത് സെൻറ്ററിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ട്രീനെ അതിലൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഒരു ഇത്തിരി ഗ്ലൂവും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ബ്രാഞ്ചസൊക്കെ ഒന്നിങ്ങനെ കൈ വെച്ചിട്ടൊന്നിങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലൊക്കെ ഇറക്കി വെച്ച് കൊടുത്താൽ മതി. പിന്നെ ഇതുപോലെ സ്റ്റിക്ക് എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് സ്ട്രെയിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സാൻഡും കൂടെ അതിലൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ആ സാൻഡിനെ ഇതുപോലെ അതിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതുപോലത്തെ ഒരു ആർട്ടിഫിഷ്യൽ ലീഫും കൂടെ എടുത്തിട്ടുണ്ട്. അതും അതിൽ വെച്ചിട്ട് ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഇങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ അതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ കോർക്കിൽ ആ ബേർഡിനെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ത്രെഡാണ് എടുത്തിട്ടുള്ളത്. ആ ത്രെഡിൻ്റെ ഒരറ്റത്ത് ഒരു ചെറിയ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ കോർക്കിൽ ഹോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഫിക്സ് ചെയ്ത് കൊടുക്കുക. മറ്റേ അറ്റത്തായിട്ട് ബേർഡിനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുന്നേ ഒരുപാട് മിനി ബോട്ടിലാട്ടുകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവരാവും കൂടെ ഒന്ന് പോയി കണ്ടു നോക്കുക. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ ബോട്ടിലാട്ട്. ഒരു മരത്തിൻ്റെ മുകളിൽ ഒരു പക്ഷി പറക്കുന്ന പോലെ അതുപോലെയാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ട്രൈ ചെയ്താണ്ട് പിക്ചേഴ്സൊക്കെ എനിക്ക് വാട്സപ്പ് വഴി സെൻഡ് ചെയ്ത് തരിക. വാട്സപ്പ് നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. നെക്സ്റ്റ് വീഡിയോയിൽ ഒരു അടിപൊളി ക്രാഫ്റ്റുമായിട്ട് വരാം. താങ്ക് യു.